എല്ലാവരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ട ഒരു സമയമുണ്ടോ? അതെത്ര വലിയ രാജാവാണെങ്കിലും എത്ര വലിയ നേതാവാണെങ്കിലും ഈ ലോകത്തോട് വിട പറയേണ്ട സമയമുണ്ട്. ആ സമയത്ത് നല്ല രൂപത്തിൽ മരിക്കാൻ കഴിയണേ. ഈ അടുത്ത സമയത്ത് കണ്ണൂർ ജില്ലയിലെ റഫ്നാസ് എന്ന് പറയുന്ന SSFന്റെ പ്രവർത്തകൻ വിട പറഞ്ഞ കഥ നമ്മൾ കേട്ടില്ലയോ? സുബ്ഹാനല്ലാഹ്. പഠിക്കുന്ന സമയത്തോ ഒഴിവ് കിട്ടുമ്പോൾ തന്റെ കുടുംബത്തിന് അധ്വാനിക്കാൻ വേണ്ടി ജ്യൂസ് കടയിൽ ജ്യൂസ് അടിക്കാൻ നിന്ന ചെറുപ്പക്കാരനാണ്. 13-14 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടി ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഉമ്മ, ഞാനിതാ അധ്വാനിച്ചിട്ട് എന്റെ ഉമ്മക്കൊരു സ്വർണ്ണാഭരണം ഞാനങ്ങ് വാങ്ങിത്തരികയാണെന്ന് പറഞ്ഞു ഒരു മോതിരം വാങ്ങിക്കൊടുത്ത മോനാണ്. സുബ്ഹാനല്ലാഹ്. റജബ് 27 അന്ന്, ഈ തൊട്ടടുത്ത ദിവസം, ഈ മിഅ്റാജിന്റെ നോമ്പിന്റെ അന്ന് ആ ഫ്രിഡ്ജ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോ അതിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട SSFന്റെ പ്രവർത്തകനായ റഫ്നാസ് തെറിച്ചു വീഴുമ്പോൾ ചെറിയ കുട്ടിയെയും എടുത്തിട്ട് കണ്ണൂര് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനൊരുങ്ങുമ്പോൾ ആ കുഞ്ഞുമോന് വെള്ളം കൊടുക്കാൻ വേണ്ടി അടുത്തുള്ള കടയിലെ ചെറുപ്പക്കാർ ഒരു പാത്രത്തിലെ വെള്ളവും കൊണ്ട് കടന്നു വരുമ്പോൾ ആ കുഞ്ഞുമോൻ പറയുന്നു, എനിക്ക് വെള്ളം വേണ്ട, എനിക്ക് നോമ്പാട്, നോമ്പ് മുറിക്കാൻ ഞാൻ തയ്യാറല്ല. സുബ്ഹാനല്ലാഹ്. ആ കുട്ടിയതാ ഷഹാദത്ത് കലിമ ഉറക്കെ ചൊല്ലി നോമ്പുകാരനായി ഈ ലോകത്തോട് വിട പറയുകയാ. അങ്ങനെ മരിക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമല്ലയോ? അതിന് നമ്മളെല്ലാവരും മുത്തുനബിയെ മാറ്റിവെക്കുന്ന ജീവിതത്തിൽ കടന്നുകൂടാ. അതിനു വേണ്ടിയാണ് നമ്മളെ സംഘടനകൾ നിലകൊള്ളുന്നത്. SSF പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയാണ്, SYS പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന SSFന്റെ ചെറുപ്പക്കാരോട് ഒരു വാക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കേട്ടോ ചെറുപ്പക്കാരെ. കാരണം അല്ലാഹുവിന്റെ ദീന് വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട ചെറുപ്പക്കാരന് അർശിന്റെ തണലുണ്ടെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നല്ല SSFകാരനാണോ നമുക്ക് ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയും? അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം നമ്മളെ നിയന്ത്രിക്കുന്നത് വലിയ വലിയ ആലിമീങ്ങളാണ്. ആലിമീങ്ങളെ നിയന്ത്രിച്ചത് മശായിഖന്മാരാണ്. അവരെ നിയന്ത്രിച്ചത് ഹബീബായ പുന്നാര നബി തങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, മരിച്ചു പോകുമ്പോ നല്ല നിലയിൽ മരിച്ചില്ലെങ്കിൽ എല്ലാം അപകടമാണ് കേട്ടോ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, തൃശൂർ ജില്ലയുടെ തീരാ നഷ്ടമായി മാറിയ നദീർ എന്ന ചെറുപ്പക്കാരനെ അറിയുമോ? 21 വയസ്സുള്ള സമയത്തോ കോളേജിലെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, 21-20 വയസ്സ് പ്രായമുള്ള സമയത്തോ SSFന്റെ സെക്ടർ അല്ലിസാബ് ചീഫായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരുപാട് ഫ്രീക്കന്മാര് വിലസുന്ന കോളേജ് ക്യാമ്പസിൽ, ഒരുപാട് അരാജകത്വം വിളയാടുന്ന പ്രൊഫഷണൽ കോളേജ് ക്യാമ്പസിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന SSFന്റെ ചെറുപ്പക്കാരൻ, SSFന്റെ ചെറുപ്പക്കാരനോട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകൻ ചോദിച്ചു, നിനക്ക് SSFൽ പ്രവർത്തിച്ചത് കൊണ്ടെന്ത് നേട്ടമാണ്? ഈ സമയത്ത് എന്റെ നദീറിന്റെ മറുപടി എന്താണെന്നറിയോ? SSFൽ പ്രവർത്തിച്ചപ്പോ എനിക്ക് കോളേജ് ക്യാമ്പസിലെ ചില സ്വകാര്യമായ ചില നിമിഷങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരി തന്നെയാണ്, ചില അടിച്ചുപൊളികൾ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നീ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് പോലെയല്ല. എനിക്കെന്താണ് SSFൽ പ്രവർത്തിച്ചത് കൊണ്ടുള്ള നേട്ടമെന്നറിയോ?
അതെന്റെ മരണത്തോടെ നിനക്ക് കാണാമെന്ന് പറഞ്ഞു. 1 മാസം തികഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എന്റെ തോളിൽ കൈയിട്ട് പ്രവർത്തിച്ച പ്രവർത്തകൻ, എന്റെ കൈപിടിച്ച എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകൻ നദീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സെക്ടർ സാഹിത്യോത്സവം നടക്കുമ്പോ ആ സാഹിത്യോത്സവിന്റെ പേപ്പർ വർക്കുകൾ റെഡിയാക്കി അവസാന സമയവും ദീനിനു വേണ്ടി മാറ്റിവെച്ചു. പിറ്റേന്ന് കോളേജിലേക്ക് പോകാനൊരുങ്ങുമ്പോ രാത്രി 2 മണിക്ക് വന്ന് കിടന്നുറങ്ങിയ ചെറുപ്പക്കാരനാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹിക്ക് എഴുന്നേറ്റു, നിസ്കാരം കഴിഞ്ഞു, ഒരല്പനേരം കൂടെ കിടന്നു കുറച്ചു നേരം മയങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, പെട്ടെന്ന് കുളിച്ചു വൃത്തിയായി ഉമ്മയുടെ കയ്യിൽ നിന്ന് ഉമ്മ വാരിക്കൊടുത്ത 2 ചപ്പാത്തി കഷ്ണം വാങ്ങിക്കഴിച്ച്, ഉമ്മ ഞാൻ യാത്രയാവുകയാ, എനിക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു ബൈക്കുമെടുത്ത് കോളേജിലേക്ക് പോയി. ഏകദേശം 8 കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് വെച്ചു എന്റെ കൂട്ടുകാരന്റെ ഫോൺ വന്നപ്പോ ആ ഫോൺ എടുത്ത് സംസാരിച്ചതും ദീനാൻ. ആ ഫോണിലൂടെ പറഞ്ഞു, സാഹിത്യോത്സവിന്റെ പേപ്പർ വർക്കുകൾ റെഡിയാക്കിയിട്ടുണ്ട്, ഇനി നിങ്ങളൊക്കെ കൂടെ അത് നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് ആ ഫോൺ കട്ട് ചെയ്ത് 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഒരു ബസ്സുമായി കൂട്ടിയിടിച്ചു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നദീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. എറണാകുളം മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ 57 ദിവസം അബോധാവസ്ഥയിൽ കടന്നുപോയി. 58ാമത്തെ ദിവസം എന്റെ കൂട്ടുകാരനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മയ്യിത്തായിട്ടാ. ആ മഹല്ലിൽ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത വിധം ജനനിബിഡമായ മയ്യത്തൂസ്കാരത്തിനു ശേഷം എന്റെ കൂട്ടുകാരനെ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ കരയാത്ത കണ്ണുകളില്ല. ആ ചെറുപ്പക്കാരന് ആശീർവാദം അർപ്പിക്കാൻ സുന്നി കൈരളിയുടെ ആത്മീയ നേതൃത്വമായ കമറുല്ലുലമ കാന്തപുരം ഉസ്താദ് വന്നിട്ടുണ്ട്. പണ്ഡിത സയ്യിദ് തറവാട്ടിലെ അഭിവന്യരായ ജനിക്കുന്ന ജ്യോതിർഗോളം സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് സുന്നി പ്രവർത്തകർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് SSFകാരാ, നിനക്ക് ഫ്രീക്കില്ല കേട്ടോ, നിനക്ക് അടിച്ചുപൊളിയില്ല കേട്ടോ, മറ്റുള്ള സാഹചര്യങ്ങളില്ല കേട്ടോ, നിനക്കുള്ളത് ഹബീബായ നബിതങ്ങളുടെ മാർഗമാണ്, ആ ദീന് വളർത്താനുള്ള പദ്ധതിയാണ്. സുബ്ഹാനല്ലാഹ്, നദീർ മരിച്ച വേദന തീരും മുമ്പ് എന്റെ നാട്ടിലെ ഒരു യൂണിറ്റിന്റെ പ്രസിഡന്റായിരുന്ന മുഖ്താറും വിട പറഞ്ഞുപോയി. ഈ വരുന്ന ഈ മാസത്തിന്റെ അവസാനം എന്റെ മുഖ്താറിന്റെ 1ാമത്തെ ആണ്ടാണ്. അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ. തലേ ദിവസം കുറെ ആളുകളോടുകൂടെ യൂണിറ്റിൽ SSFന്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ട് രാത്രി ഉറങ്ങാൻ പോകുമ്പോ തലവേദനിക്കുന്നു എന്ന് പറഞ്ഞ് കിടന്ന ചെറുപ്പക്കാരനാണ്. വെളുപ്പിന് വല്ലാത്ത തലവേദന, ഛർദിയും തുടങ്ങി. ഉടനെ ജൂബിലി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുചെന്നു, ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. ഡോക്ടർമാര് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, തലയിൽ ട്യൂമർ പഴുത്തിരിക്കുകയാ. ഏകദേശം 10 മണിയാകുമ്പോഴേക്ക് മുഖ്താർ വിട പറയുകയാ. ഓ, മുഖ്താറിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ആലിമീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒരുപാട് മഹാന്മാര് വന്നിട്ടുണ്ട്. നിഷ്കളങ്കരായ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെ രാജകീയമായ ഒരു മരണം വേണോ, രാജകീയമായ ഒരു യാത്രയപ്പ് വേണോ? നിന്റെ ഫ്രീക്ക് വലിച്ചെറിഞ്ഞോളൂ, നിന്റെ അടിച്ചുപൊളി കളഞ്ഞോളൂ, ഹബീബിനെ പിൻപറ്റിക്കോളൂ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളെ മക്കൾക്ക് നമ്മൾ ഡ്രസ് എടുക്കുമ്പോ, നമ്മളെ മക്കളെ മുടി വെട്ടാൻ പറഞ്ഞേക്കുമ്പോ, നമ്മളെ മക്കൾക്ക് ചെരുപ്പ് ധരിപ്പിക്കുമ്പോ, നമ്മളെ മക്കൾക്ക് സൗകര്യങ്ങൾ കൊടുക്കുമ്പോൾ ആ മക്കൾക്ക് ദീന് പഠിപ്പിക്കാൻ, ദീന് വളർത്താൻ ഉതകുന്നതാകണേ. ഇല്ലെങ്കിൽ അബദ്ധമാണ് കേട്ടോ. അതിനുവേണ്ടി നിങ്ങളെ മക്കളെ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വിട്ടോളൂ. അതാ കുട്ടികളുടെ ഭാഗ്യമാണ്, നിങ്ങളെ ഭാഗ്യമാണ്. കാരണം കേരള ചരിത്രത്തിൽ എന്നല്ല ലോക ചരിത്രത്തിൽ സുബ്ഹാനല്ലാഹ്
മഗ്രിബ് നിസ്കാരാനന്തരം സൂറത്തുൽ മുൽക്ക് നിർബന്ധമായും പാരായണം ചെയ്യണമെന്ന്, ഖബർ രക്ഷയ്ക്ക് വേണ്ടി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണമെന്ന് സർക്കുലർ മുഖേന നിർദ്ദേശം കൊടുത്തൊരു സംഘടനയുണ്ടെങ്കിൽ അത് ഈ പ്രസ്ഥാനം മാത്രമാ. കഴിഞ്ഞില്ല, മരിച്ചുപോയ കുടുംബക്കാർക്ക് വേണ്ടി, മരണപ്പെട്ടുപോയ ഉമ്മാക്ക് വേണ്ടി, മരണപ്പെട്ടുപോയ ഉപ്പാക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും ഖബറിൽ പോയി ദുആ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഒരു സംഘടന കേരളത്തിലുണ്ടെങ്കിൽ അത് SSF മാത്രമാണ്. ആലിമീങ്ങളെ ചീത്ത പറയരുതെന്നും സയ്യിദന്മാരെ ആക്ഷേപിക്കരുതെന്നും പഠിപ്പിക്കുന്ന പ്രസ്ഥാനം കേരളത്തിലുണ്ടെങ്കിൽ, ഇന്ത്യയിലുണ്ടെങ്കിൽ അത് SSF മാത്രമാണ്. നിങ്ങളെ മക്കളെ സുന്നത്ത് ജമാഅത്തിന് വിട്ടോളൂ. പിന്നെ ആ മക്കളെ കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടി വരില്ല, ആ മക്കളെ കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ ചെറുപ്പക്കാരെ, ഹബീബായ പുന്നാര നബി തങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നമുക്കൊരു മോഡല് വേണ്ട. ലോകം മടക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാർ, സിംഹാസനങ്ങളിൽ വിരാജിച്ച ചക്രവർത്തിമാർ മണ്ണിലടിയിലമർന്നപ്പോഴും അവരെല്ലാം ഖബറിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയവരാണ്. ശേഷം നമ്മളൊക്കെ മഹ്ശറിൽ ഒരുമിച്ച് കൂടേണ്ടവരാണ്. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മളെ മഹ്ശറാ ലോകത്ത്